കല്യാണത്തിന് മുമ്പ് ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയെ കല്യാണത്തിന് ശേഷം മാനസിക നില ആകെ തെറ്റിയിരിക്കുകയാണ്. ഭർത്തൃ വീട്ടിൽ പോയ സമയത്ത് ഈ കുട്ടി അമിതമായിട്ട് ദേഷ്യപ്പെടാണ്. കൈ കണ്ടത് മുഴുവൻ വലിച്ചെറിയുക, ദേഷ്യം പിടിക്കുക, ദേഹോപദ്രവം നടത്തുക, വായത്തുന്നത് വിളിച്ചു പറയുക, ആരോടും ബഹുമാനമില്ല, കളവ് പറഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാം അമിതമായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. മാതാപിതാക്കളോട് ഈ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞ ഞങ്ങളുടെ കുട്ടിക്ക് കല്യാണത്തിന് മുമ്പ് ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് കുട്ടിയായിരുന്നു, കല്യാണ ശേഷം നിങ്ങളുടെ അടുത്തു നിന്നാണ് എന്തോ തകരാറ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരു കേസിനെ കുറിച്ചാണ് പറയുന്നത്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇത് കല്യാണത്തിന് ശേഷം സംഭവിക്കുന്ന ഒന്നല്ല. കല്യാണത്തിന് മുമ്പും അവര് കുട്ടിക്കാലങ്ങളിൽ വളർന്നു വരുന്ന സാഹചര്യങ്ങളിലേക്ക് അവരോടൊപ്പം വളർന്നു വന്ന ഒരു ക്യാരക്ടറാണിത്. ഇതും കൂടെ ചേർന്നതാണ് അവരുടെ ക്യാരക്ടർ. ഇതും കൂടെ ചേരുമ്പോഴാണ് അവരാകുന്നത്. ഇത് മാതാപിതാക്കളുടെ ഇടയിൽ വളരുമ്പം അത് അവർക്ക് അത്രത്തോളം ബാധിക്കപ്പെടാറില്ല, അതത്ര പ്രശ്നമായി മാറാറില്ല. കല്യാണത്തിന്റെ ശേഷം അവിടെ അവർക്ക് നിയന്ത്രണം വരുന്നു, ഭർത്താവ് വരുന്നു, ഭർത്തൃ വീട്ടുകാർ വരുന്നു, അവർക്ക് നിയമങ്ങൾ വരുന്നു, ചിട്ടകൾ വരുന്നു. ഇതിനകത്ത് നിൽക്കുമ്പോൾ ഇവർക്ക് ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റാതാവും. ഇവരുടെ കാര്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവരുടെ ഒരു ക്യാരക്ടറിൽ ഇവർ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഓക്കെയാണ്, ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുന്നു, ഇതിനെന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇവരുടെ ഇരയായിട്ട് മാറുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി. ഇത്തരം അനുഭവസ്ഥർ വലിയ പ്രയാസത്തിലാകാറുണ്ട്. ഇവർ കൗൺസിലിങ്ങിനൊക്കെ വരാൻ ബുദ്ധിമുട്ടാണ്. ഇവർക്ക് നല്ല സൈക്കോ തെറാപ്പി ഒക്കെ കൊടുത്തിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇവരെ അംഗീകരിക്കണം, ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെന്നുള്ളത്, നല്ല മെന്റൽ